വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിൽ ഒരു ഇന്ത്യ എന്ന് പേരിട്ട ഒരു മുന്നണി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ജെ.ഡി.യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിതീഷ് കുമാർ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഇന്നലെ പുറത്തു വന്ന വാർത്ത. നിതീഷ് കുമാർ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജെ.ഡി.യുയും ബി.ജെ.പിയും തമ്മിൽ. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നഡ്ഡ, ബി.ജെ.പി ബീഹാർ അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരി എന്നിവർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നിതീഷ് കുമാറിന്റെ എൻ.ഡി.എ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളാണ് പട്നയിലും ദില്ലിയിലും നടക്കുന്നത്. സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിലെത്തിയാൽ ഉടൻ മുന്നണി പ്രവേശനം ഉണ്ടാകും. നിയമസഭ പിരിച്ചുവിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ബി.ജെ.പിക്ക് താൽപര്യം. ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദ, ബി.ജെ.പി ബീഹാർ അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരി എന്നിവർ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ചർച്ചയായതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാമ്രാട്ട് ചൗധരി പ്രതികരിച്ചത്. നിതീഷ് കുമാറിന്റെ കൂടുമാറ്റം ഏറ്റവും പ്രതിസന്ധിയിൽ ആക്കുക കോൺഗ്രസിനെയാണ്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നഷ്ടപ്പെട്ടതിന് ഒപ്പം സഖ്യം രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവ് തന്നെ മുന്നണി വിടുന്ന സാഹചര്യമാണ്. അടുത്തിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്ര ബീഹാറിലെത്തുന്നത്. റിപ്പോർട്ടർ, ദില്ലി.